ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 16 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി ഇടിയുകയുണ്ടായി. അതായത് 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു വേഴ്സ്റ്റ് ഫോൾ തന്നെയാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ലോകത്തിന്റെ ശ്വാസനാളം എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലെടുക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ശത്രു രാജ്യങ്ങൾക്കെതിരെ ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസകരമായ വാർത്ത ആയതുകൊണ്ട് തന്നെ ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ടിനാണ് ഇന്ത്യൻ വിപണിയിൽ സാധ്യത കാണുന്നത്. എണ്ണവില $100 പിന്നിട്ട ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഒരു മാർജിൻ പ്രഷർ നേരിടാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന US ഫ്യൂച്ചേഴ്സും നേട്ടത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച US വിപണികൾ നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. S&P 500 1.6% ഇടിഞ്ഞത്. ഇതോടുകൂടി തുടർച്ചയായിട്ടുള്ള 3 ആഴ്ചയും US വിപണികൾ ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രസ്താവന ഉണ്ടായിരുന്നത് ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർജ് ഐലൻഡിന് മേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇപ്പോഴത്തെ ഈ ആഗോള അനിശ്ചിതത്വങ്ങൾ വർദ്ധിച്ചത് കാരണം ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സും WTI ഫ്യൂച്ചേഴ്സും $100 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇടിവ് തന്നെയായിരുന്നു. വിപ്രോ 1.74% ഇടിഞ്ഞു. ഇൻഫോസിസ് 1.26% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.56% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.89% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.5% ഇടിഞ്ഞു. ഇനി യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ച ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ പ്രൈസുകൾ $100 പിന്നിട്ടിരിക്കുന്ന ഇന്നും ഏഷ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.18% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 0.59% നേട്ടത്തിലും ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,326-ൽ 123 പോയിന്റ്സ് ഉയർന്നാണ്, അഥവാ 0.53% നേട്ടത്തിൽ. ഓയിൽ പ്രൈസുകളിലേക്ക് സ്പോട്ട് ഗോൾഡ് 0.5% ഇടിവാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. കഴിഞ്ഞ ആഴ്ച 2% ഇടിവും സ്പോട്ട് ഗോൾഡിലുണ്ടായി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഉള്ളത് 1,17,080 എന്ന നിലയിൽ ഈ മാസത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $72,000-ൽ 2.5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇൻട്രാക്റ്റീവ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു ഗ്ലോബൽ ടെൻഷനുകളും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കണക്കിൽ മികച്ച ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത് ഏതാണ്? ഗോൾഡ്, സിൽവർ, ബിറ്റ്കോയിൻ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ. നിങ്ങളുടെ കണക്കിൽ ഏതാണ് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻ്റ് ആയി നിങ്ങൾ കാണുന്നത്? കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു അയവുണ്ടായോ എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. പശ്ചിമേഷ്യൻ യുദ്ധ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണിയിൽ വീണ്ടും വലിയ അസ്ഥിരത തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിന് മേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതിനു മുൻപ് നടന്ന അമേരിക്കൻ ആക്രമണങ്ങൾ ഈ മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ട്രംപ് വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്ക ഇപ്പോൾ തൻ്റെ സഖ്യരാജ്യങ്ങളോട് ഹാർമൂസ് കടലിടുക്കിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ മേഖലയിലെ ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഗതാഗതം നടക്കുന്നത് ഹാർമൂസ് കടലിടുക്ക് വഴിയാണ്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറയുന്നത് യുദ്ധത്തിന് പൂർണ്ണമായ അവസാനം വരുത്തുന്ന ഏത് സംരംഭവും ഇറാൻ സ്വാഗതം ചെയ്യും. എന്നാൽ ഒരേ സമയം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ കാരണം മുംബൈയിലും ഡൽഹിയിലും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ഹോട്ടൽ ബുക്കിങ്ങുകളിൽ വലിയ തോതിൽ റദ്ദാക്കലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രമുഖ ഹോട്ടൽ ചെയിനുകൾക്ക് പ്രതിദിനം 80 മുതൽ 100 വരെ റൂം ബുക്കിങ്ങുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ ഹോട്ടൽ ചെയിനുകൾക്ക് മൊത്തം നഷ്ടം ദിവസവും ഏകദേശം 10 കോടി രൂപ വരെയാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. യുദ്ധത്തിന്റെ ഈ ഒരു പ്രത്യാഘാതം എല്ലാ മേഖലയിലും ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. ഇനി ഇന്ത്യയുടെ ഗ്യാസ് സപ്ലൈയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലെടുക്ക് വഴി നടക്കുന്ന കപ്പൽ ഗതാഗതം വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇന്ത്യയുടെ LPG വിതരണ ശൃംഖലയ്ക്ക് ചെറിയ ആശ്വാസം പകർന്നുകൊണ്ട് 2 ഇന്ത്യൻ കപ്പലുകൾ കഴിഞ്ഞ ദിവസമാണ് ഹോർമൂസ് കടലെടുക്ക് വിജയകരമായി കടന്നത്.
ഈ കപ്പലുകൾ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ മാർച്ച് 16-17 തീയതികളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വിമാന സർവീസുകളെയും വീണ്ടും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വിമാന സർവീസുകളെയും ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത വരുന്നത്. ഇൻഡിഗോ വിമാന കമ്പനി ദോഹ, കുവൈറ്റ്, ബഹ്റൈൻ, ദമാം, ഫുജൈറ, റാസൽ ഖൈമ, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 28 വരെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയിലെ ഹോട്ടലുകളും കൂടാതെ വിമാന സർവീസുകളും കനത്ത സമ്മർദ്ദത്തിലാണ് എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ എന്ന കമ്പനിയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്, അതായത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 288 കോടി രൂപ വില വരുന്ന ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. 32 ഡോപ്ലർ വെതർ റഡാർ യൂണിറ്റുകൾ സപ്ലൈ ചെയ്യുന്നതിനാണ് ഈ കരാർ. മറ്റൊരു കമ്പനി അദാനി പവർ എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്നും 1600 മെഗാവാട്ട് താപവൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള ലോങ് ടേം പവർ സപ്ലൈ അഗ്രിമെന്റ് ഓർഡർ ലഭിച്ചു. അടുത്തത് അവന്യൂ സൂപ്പർമാർട്ട്സ് എന്ന കമ്പനിയാണ്. ഏപ്രിൽ 1 മുതൽ കൽപ്പന ഉനത്കത്ത് കമ്പനി ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടു. ഇപ്പോഴത്തെ ചെയർമാൻ ചന്ദ്രശേഖർ ഭാവെ മാർച്ച് 31 സ്ഥാനമൊഴിയുന്നത്. മറ്റൊരു കമ്പനി വാരി എനർജീസ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 6200 കോടി രൂപ ചെലവിൽ 10 ജിഗാവാട്ട് സോളാർ ഇൻഗോട്ട് ആൻഡ് വാട്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കും. മറ്റൊരു കമ്പനി ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. ഒഡീഷയിൽ 160.2 കോടി രൂപ വില വരുന്ന റോഡ് നിർമ്മാണ EPC പ്രൊജക്റ്റ് ലോവസ്റ്റ് ബിഡേഴ്സായി കമ്പനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റൊരു കമ്പനി റാംകെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ ഡിജി പോർട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഹൈടെക് ഫാർമസ്യൂട്ടിക്കൽ പാർക്ക് വികസിപ്പിക്കാൻ 3000 കോടി രൂപയുടെ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ കമ്പനി കരാറിൽ ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി ബജൈൽ പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്ന് 700 കോടി രൂപ മൂല്യമുള്ള EPC ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്ത FIDA ആക്ടിവിറ്റിയിലേക്കാണ്. വെള്ളിയാഴ്ച FISന്റെ സെല്ലിംഗ് 10,000-ന് മുകളിലായിരുന്നു. 10,717 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് അവർ വെള്ളിയാഴ്ച നടത്തിയത്. DIs ആവട്ടെ 9,977 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ക്യാഷ് മാർക്കറ്റിൽ. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 23,151-ൽ 488 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,910 മുതൽ 23,208 വരെയുള്ള ആ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ ഏപ്രിൽ 11 തീയതി 2025 ഫോം ചെയ്ത ആ ഒരു ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതുകൂടാതെ ഡൗൺ സൈഡിലെ 2 ടച്ച് പോയിന്റുകളുള്ള ഈ ഒരു സപ്പോർട്ട് സോണും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഗ്യാപ്പ് ഏരിയയും ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും ഏകദേശം ഒരേ സ്ഥലത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഒരുപക്ഷെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ ഒരു റിവേഴ്സൽ ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ വലിയ ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു. നല്ല ബിയറിഷ്നെസ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,758-ൽ 1,343 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വരുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നതും. പക്ഷേ വീക്ക്ലി ക്യാൻഡിലൊക്കെ നല്ല ബിയറിഷ്നെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉമാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.